IAS അക്കാഡമി. അപ്പൊ നമ്മുടെ ഈ മൊഡ്യൂളിലെ അവസാനത്തെ ലെസൺ സന്ധികൾ, അവസാനത്തെ ലെസണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സന്ധികൾ അഥവാ ജോയിന്റുകൾ എന്ന് പറയുന്നത് അല്ലെ. എന്താ നോക്കിയാലോ, രണ്ടോ അതിലധികമോ അസ്ഥികൾ കൂടി ചേരുന്ന ഒരു സ്ഥലം, ഒരു അസ്ഥി ഇവിടെ, അത് രണ്ടും കൂടി ചേരുന്ന ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സന്ധികൾ അഥവാ ജോയിന്റുകൾ എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് ഉണ്ട് സന്ധികള്? നമുക്ക് പ്രധാനമായും നമുക്ക് അറിയാവുന്ന 2 ടൈപ്പുകളാണ് എന്ത്? ഒന്ന് ചലിക്കാൻ പറ്റുന്നവ മൂവബിൾ ആയിട്ടുള്ള ജോയിന്റുകൾ, ഒന്ന് ചലിക്കാൻ പറ്റാത്തവ ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിന്റുകൾ. എളുപ്പല്ലേ? ചലിക്കാൻ പറ്റുന്നവയും ചലിക്കാൻ പറ്റാത്തവയും, ഇമ്മൂവബിളും ഉണ്ട് മൂവബിളും ഉണ്ട്. പിന്നെയോ ഇനി ചലിക്കാൻ കഴിയുന്ന സന്ധികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒരു ചലിക്കാത്ത സന്ധികളുടെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് നാരുകൾ ഉണ്ടാവും, അവർക്ക് ഇങ്ങനെ സ്ട്രൈപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് എന്താ ഒരു ചലനവും അവർ അനുവദിക്കില്ല, അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? തലയൊട്ടിയിലെ അസ്ഥികൾക്കിടയിലെ സന്ധികൾ. തലയൊട്ടിയിടയിലെ അസ്ഥികൾ ഇങ്ങനെ ചലനം ഉണ്ടെന്ന് സംഭവിക്കുക, തല ഏത് സമയം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അത് കുലുങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അവിടുത്തെ ജോയിന്റുകൾക്ക് എന്തില്ല? മൂവ്മെന്റ് ഇല്ല. ഓക്കെ, അവരെന്താണ്? ചലിക്കാത്ത സന്ധികളാണ്. ഈ ചലിക്കുന്ന ഭാഗികമായി ചലിക്കുന്നവ, കുറച്ച് ചലിക്കുക വെച്ചാൽ ചലിക്കും, കുറച്ച് ചലിക്കില്ല വെച്ചാൽ ചലിക്കില്ല, അങ്ങനത്തെ സന്ധികൾ. തരുണാസ്ഥിയൊക്കെ വരുന്ന ഭാഗം, അതായത് പരിമിതമായ ചലനം മാത്രം അനുവദിക്കുന്നു, വല്ലാതെ ചലനമൊന്നുമില്ല, പരിമിതമായ ചലനം, കാട്ടിലേജൊക്കെ പോലത്തെ. ഓക്കെ, ഇനി അടുത്തതോ അതിന്റെ ഉദാഹരണമാണ് നട്ടലിലെ കശേരുകൾക്കിടയിലെ സന്ധി. നമ്മുടെ ഈ നട്ടല് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഓരോന്നിന്റെ ഇടയിൽ നമുക്കൊരു ഡിസ്ക് ഉണ്ട്. ഇങ്ങനെ ഡിസ്ക് കംപ്ലൈന്റ് എന്ന് കേട്ടിട്ടില്ലേ? ഡിസ്ക് എന്താ? നമ്മുടെ ഈ നട്ടലിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ആ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചലനം മാത്രമേ നമുക്ക് തീരുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ ഡിസ്ക് എന്ത് ചെയ്യരുത്? എന്ന് ഊരി പോകരുത്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ഊരി പോകാൻ പാടില്ല. ഒരു മയത്തിന് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? മൂവ്മെന്റ് അനുവദിക്കുക. നമുക്ക് തിരിഞ്ഞ് മൊത്തമായി ബാക്കോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറ്റുമോ? കാല് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഒരു മയത്തിന് മാത്രമേ ചലനം അനുവദിക്കുന്നതാണ് എന്ത്? ഭാഗികമായി ചലിക്കുന്ന സന്ധികൾ എന്ന് പറയുന്നത്. ഇനിയോ ചലിക്കുന്ന സന്ധികൾ, മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്തെയാ വിളിക്കുക? അതിന് നമ്മൾ സൈനോവിയൽ ജോയിന്റ്സ് എന്നും കൂടി വിളിക്കും. ഓക്കെ, വലിയ തോതിലുള്ള ചലനം അവർ അനുവദിക്കുന്നുണ്ട്. അവർക്ക് വലിയ തോതിൽ എന്ത് ചെയ്യാൻ പറ്റും? ചലിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നോക്കിക്കേ, സൈനോവിയൽ ദ്രവത്തിന്റെ സാന്നിധ്യം സന്ധിയെ കൂടാതെ തരുണാസ്ഥിയെ ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഒരു സാധാ ചലിക്കുന്ന സന്ധിയാണെങ്കിൽ, ഇതൊരു 2 അസ്ഥികളാണെങ്കിൽ ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഇങ്ങനൊരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവും, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. സെറിബ്രോസ്പൈനൽ അല്ല, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും. ആ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ പ്രത്യേകതയിൽ എന്ത് ചെയ്യും? ഈ ഒരു സന്ധിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചലിക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായോ? അപ്പൊ ചലിക്കുന്നവയുണ്ട്, ചലിക്കാത്തവയുണ്ട്, മിതമായ രീതിയിൽ മാത്രം ചലിക്കുന്നവയുണ്ട്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നോക്കിയാൽ ഇനി ചലിക്കുന്ന സന്ധികളിൽ നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്പ് സന്ധികൾ പഠിക്കാനുണ്ട്. അവസാനത്തെ ഭാഗമാണ്. ഓക്കെ, 4 ഡിഫറെന്റ് ടൈപ്പ് സന്ധികൾ പഠിക്കാനുണ്ട്. അതാണ് ഒന്നാമത്തതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, അതിൽ നോക്കുക, നമുക്ക് മനസ്സിലാകും. തോളരുടെ ഭാഗത്ത് നമുക്കിവിടെ ഒരു ബോള്, അതിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കി വെച്ചിരിക്കുന്നു, ഒരു സോക്കറ്റിനുള്ളിൽ ബോൾ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഷോൾഡർ ഒക്കെ പിടിച്ചാൽ അറിയും, ഷോൾഡറിനെ കുഴ തെറ്റാന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അതായത് ഇവിടെ ഉള്ള ഒരു സോക്കറ്റിനകത്തേക്ക് നമ്മുടെ ഈ എല്ല് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, അടുത്തതാണ് ഹിഞ്ച് ജോയിന്റ്. അതായത് നമ്മുടെ വിജാഗിരിയൊക്കെ പോലെ, നമ്മൾ വാതിലിലൊക്കെ വിജാഗിരി ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോയിന്റ് നമ്മൾ എന്ത് വിളിക്കും? കീഴ്സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്. തലയിൽ മാത്രമാണ് അവർക്ക് ചലനം ഉണ്ടാവുക. കാൽമുട്ട്, കൈമുട്ട്, നമുക്ക് ഇങ്ങനെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ, കൈയൊക്കെ ഇങ്ങനെ അളക്കാൻ പറ്റും. തിരിക്കാൻ നമുക്ക് പറ്റുമോ? തിരിച്ചു മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് ഒരു തരത്തിൽ, ഒരു ഡയറക്ഷനിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിയാൻ പറ്റുള്ളൂ. അതാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, കീലക സന്ധി അഥവാ പൈവോട്ട് ജോയിന്റ്. നമ്മുടെ കഴുത്ത് ഭാഗത്ത്, കഴുത്ത് നമുക്ക് ഇങ്ങനെ തിരിക്കാം, ഇങ്ങനെയും തിരിക്കാം. നേരെ തിരിച്ചുകൊണ്ടിരാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒരു ഡയറക്ഷൻ ഇങ്ങനെ പോയി മാത്രം വരാൻ പറ്റുന്ന ആ ജോയിന്റ് ആണ് പൈവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ കാണുന്ന സന്ധികൾ എന്ന് പറയുന്നത്. ഇനിയോ ഗ്ലൈഡിങ്, നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാൻ പറ്റുന്നത്, അതായത് കണങ്കാല്, കൈ നമുക്ക് അങ്ങോട്ടും ഇങ്ങനെ ആക്കാൻ പറ്റുമല്ലോ. ഇതിന് ഈ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലൈഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് എവിടെയാ? കൈത്തണ്ടത്തില്, കണങ്കാലിലൊക്കെ നമുക്ക് കാലുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? ഗ്ലൈഡിങ് ജോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, നോക്കിക്കേ, 2 അസ്ഥികൾ തമ്മിലുള്ള ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ എന്താണ് വിളിക്കുക? ലിഗമെന്റുകൾ എന്നാണ് വിളിക്കുക. 2 അസ്ഥികൾ ജോയിൻ ചെയ്യുന്ന ഭാഗം ലിഗമെന്റുകൾ. ഒരു അസ്ഥിയും മസിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി തന്നെ ഞാൻ മസിൽമാനെ വെച്ചത്. ഓക്കെ, ഒരു അസ്ഥിയും മസിലും കൂടി ചേരുന്ന ഭാഗമാണ് എന്ത് വിളിക്കുന്നത്? ടെൻജനുകൾ എന്ന് വിളിക്കുന്നത്. തമ്മിൽ മാറിപ്പോവരുത്. 2 എല്ലുകൾ, എല്ല് എന്ന് ആലോചിച്ചാൽ മതി. എല്ല്, ലിഗമെന്റ് എന്ന് ആലോചിക്കാം. 2 എല്ലുകൾ ചേരുമ്പോൾ
ലിഗമെന്റ്സ്. ഒരു എല്ലും ഒരു മസിലും ചേരുമ്പോൾ എന്താ വരുന്നത്? ടെൻഡനുകളാണ് വരുന്നത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇത്രയും മനസ്സിലായോ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും എടുത്തതില്? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു സന്ധി എന്ന് പറഞ്ഞു. മൂവബിൾ ആയാൻ പറ്റുന്ന, നീങ്ങാൻ പറ്റുന്നവയുണ്ട്, നീങ്ങാൻ കഴിയാത്തവയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചിരിക്കുക. നമ്മുടെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യം വളരെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത മൊഡ്യൂളുകളുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക് യു.